2025 തൃക്കേട്ട നക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർ കുറേ അറിവ് നേടാൻ ആഗ്രഹമുള്ളവരാണ്. ഏറ്റെടുക്കുന്ന ജോലി പൂർത്തീകരിക്കാൻ വളരെ സമർത്ഥരുമാണ്. ഇഷ്ടപ്പെടാത്ത കാര്യം കേട്ടാൽ പെട്ടെന്ന് പ്രതികരിക്കും, അതിന് മറുപടിയും പറയും. അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ശത്രുക്കൾ കൂടെയുണ്ട്. പുതിയ പുതിയ ആശയം ഉണ്ടാകുകയും പല പല കാര്യങ്ങൾ പുറകിൽ പോയി പരാജിതരാകുന്നവരുമാണ്. പൊതുവെ നല്ല സ്വഭാവമുള്ളവരാണ് ഇവരെങ്കിലും ശനി, വ്യാഴൻ, രാഹു, കേതു ഈ ഗ്രഹങ്ങൾ ദുസ്ഥാനത്താണെങ്കിൽ ഇവരുടെ ജാതകത്തിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരുമാണ്. അഭിമാനികളായിരിക്കും. ഇവരുടെ സംസാരം ആർക്കും അത്ര ഇഷ്ടപ്പെടുകയില്ല. വർഷത്തിൻ്റെ ആദ്യ പകുതി സ്വന്തമായി സംരംഭം ഇടാൻ സാധിക്കും. ഇവരുടെ ആഗ്രഹം നല്ലതാണ്. ജാതകത്തിൻ്റെ അനുകൂല സ്ഥിതി നല്ല ലാഭത്തിന് കാരണമാകും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നവർക്ക് ഇവരുടെ ജാതകത്തിലും കൂടെ വ്യാഴം അനുകൂലമാണെങ്കിൽ വളരെയധികം നല്ലതായിട്ടുള്ള ലാഭം കിട്ടാനൊക്കെ ഉള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. ഈ വർഷം വിദേശത്ത് ജോലി ലഭിക്കാനും യോഗം കാണുന്നുണ്ട്. കുടുംബപരമായി നല്ലതാണ്. മെയ് 14 കഴിയുന്നതോടുകൂടി ദൈവാധീനം കുറയുന്നു. മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും യോഗം കാണുന്നുണ്ട്. സംസാരങ്ങൾ വളരെ നിയന്ത്രിക്കണം. സന്താനങ്ങൾക്ക് വളരെ ദുരിതവും ബുദ്ധിമുട്ടുകളും തടസ്സവും ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട്. പക്ഷെ ആദ്യം നല്ലതാണ്. എന്നിരുന്നാലും മെയ് 14 കഴിയുന്നതോടെ വിദേശത്തുള്ളവർക്ക് ജോലി വരെ നഷ്ടപ്പെട്ടു പോകാനും യോഗം കാണുന്നു. ജോലി നഷ്ടം വന്നാൽ പുതിയ ജോലി കിട്ടാനും യോഗമുണ്ട്. ധനപരമായി ശ്രദ്ധിക്കണം. ക്രയവിക്രയങ്ങൾ രേഖ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ജാമ്യം കഴിവതും ഒഴിവാക്കുക. ജാമ്യം നിൽക്കുന്ന ഇടനില നിൽക്കുക, ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കണം. വ്യാഴം ദുസ്ഥാനത്താണ്. അതുകൊണ്ട് മറ്റ് അനുകൂലമായ ഗ്രഹങ്ങൾക്ക് ഫലസ്ഥിതി കിട്ടുകയില്ല. കുടുംബത്തെ കലഹം കാണുന്നു. മറ്റുള്ളവരുടെ വാക്ക് നമ്മൾക്ക് വേദനാജനകമായി മാറാൻ യോഗം കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടവരാൻ യോഗമുണ്ട്. കുടുംബത്തിൽപ്പെട്ടവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ യോഗം കാണുന്നുണ്ട്. സൈനികത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണമാണ് കാണുന്നത്. കൃഷിനാശം, അന്യദേശവാസം, അതുപോലെ യാത്രാക്ലേശം ഇവയെല്ലാം കാണുന്നുണ്ട്. മെയ് മാസം 14 കഴിയുന്നതോടുകൂടി വ്യാഴപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദശാനാഥൻ ബുധനാണ്. ബുധദശ 17 വർഷമാണ് ഇവർക്കുള്ളത്. ഈ ബുധദശ എത്ര കാലം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരുടെ ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നിരുന്നാലും ബുധദശ സാമാന്യം നല്ല ഫലങ്ങൾ തരുന്ന ഒരു ദശാപകാര കാലമാണ്. ഈ ദശയിൽ സൗഖ്യവും വിദ്വാൻമാരുടെ പ്രശംസയും ഗുരുപ്രസാദവും വിദ്യാഭ്യാസത്തിന് ഉയർച്ചയും പരോപകാര താല്പര്യത അങ്ങനെയൊക്കെയുള്ള നല്ല ഗുണങ്ങളാണ് ഈ ബുധദശയിൽ കിട്ടുന്നത്. ഞാനിവിടെ ബുധദശ ഏകദേശം ജനിച്ചൊരു 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഇതിലാണ് കണക്കാക്കുന്നത്. ഇനി 21 വയസ്സ് വരെ കേതുദശാകാലമാണ് ഇവർക്ക്. കേതു അത്ര നല്ല ഗ്രഹമല്ല. 7 വർഷക്കാലമാണ് കേതുദശയുള്ളത്. കേതു ഒരു പാവഗ്രഹമാണ്. ദുരിതങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളൊരു കാലഘട്ടമാണിത്. സർക്കാർ, കള്ളന്മാർ, ശത്രുക്കൾ, ചീത്ത കൂട്ടുകെട്ട്, ദുർവാസന, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ളൊരു മോശമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നൊരു കാലം കൂടിയാണിത്. ആയുധം അഗ്നിയെ ഭയക്കേണ്ടി വരിക, അകാരണമായ അപവാദം പൊട്ടിപ്പുറപ്പെടാനൊക്കെ ഉള്ളൊരു കാലം കൂടിയാണ്. ഇത് നിമിത്തം സ്വന്തം കുലത്തിന് പോലും ദൂഷ്യം സംഭവിക്കാവുന്ന ഒരു കാലം കൂടിയാണ്. വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ ഈ വർഷം മെയ് 14 കഴിയുന്നതോടുകൂടി ഇവർക്ക് വളരെ ദുരിതം പൂർണ്ണമാകും ജീവിതം. കാരണം വ്യാഴം മറയുംകിടാണ്. അതുകൊണ്ട് ഗ്രഹപ്പിഴ ശാന്തി ഈ കാലയളവിൽ വരുത്തുന്നത് നല്ലതായി. 21 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് ശുക്രദശാകാലമാണ്. ശുക്രൻ 20 വർഷക്കാലമാണുള്ളത്. വളരെ നല്ല കാലമാണ്. നല്ല വാഹന, ആഭരണം, വസ്തു, ജോലി, ധനത്തിന് ഉയർച്ച, സന്തോഷം, സൗഭാഗ്യം അങ്ങനെയുള്ള പലതരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഈ കാലങ്ങളിലുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചില രോഗങ്ങളൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കും. എന്നിരുന്നാലും ഈ വർഷം മെയ് 14 കഴിയുന്നതോടുകൂടി വ്യാഴം മറയുന്നതാണ്. അതുകൊണ്ട്
കൊടുക്കൽ വാങ്ങലുകളൊക്കെ സൂക്ഷിക്കണം. അതുപോലെ ഇടനില നിൽക്കാനൊന്നും പോകരുത്. കയ്യിൽ നിന്ന് ധനം നഷ്ടപ്പെട്ടു പോകാനൊക്കെയുള്ളൊരു യോഗം കൂടി ഉള്ളൊരു കാലമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധ നിങ്ങൾക്ക് വേണം. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് ആദ്യത്തെ ദശാകാലമാണ്. ആദ്യത്തെ 6 വർഷക്കാലമാണ് ഉള്ളത്. വളരെ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക വിഷമതകൾ, അതുപോലെ തന്നെ അടക്കാൻ പറ്റാത്ത കോപം, പരസ്പര വിരോധം, കലഹം, പ്രതീക്ഷിക്കാതെ സർക്കാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും, സ്വജന വിരോധം, പരിഭ്രമം, അഗ്നിവീട, കാര്യതടസ്സം എല്ലാം കൂടിയാകുമ്പോൾ ഈ വീട് വിട്ട് തന്നെ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നുകൂടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ആദ്യത്തെ ദശാകാലം. ആദ്യത്തെ നല്ല സ്ഥാനത്താണ്, നല്ല സർക്കാർ ജോലിയും അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയും പ്രമോഷനും ഒക്കെ കിട്ടും. എന്നിരുന്നാലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അലച്ചിലുകളും വിഷമതകളും ഈ കാലയളവിൽ ഉണ്ടാകാനുള്ള യോഗം കാണും. 47 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് ചന്ദ്രദശാകാലമാണ്. ചന്ദ്രൻ്റെ ഒരു നല്ല ഗ്രഹമാണ്, ശുഭഗ്രഹമാണ്. ഇത് 10 വർഷമാണുള്ളത്. ചന്ദ്രന് നല്ല സ്ഥിതിയാണെങ്കിൽ, ചന്ദ്രന് ഒരു യോഗകാരകനോ പക്ഷപരമുള്ള ചന്ദ്രനൊക്കെ ആണെങ്കിൽ വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടുന്നത്. സർവ്വകാര്യങ്ങളിലും വിജയം, വിവാഹം, സർവ്വസമ്പൽ സമൃദ്ധി, സൽസന്താന ഭാഗ്യം, സുഖകരമായ ഭക്ഷണം, വസ്ത്രം, ആഭരണം, നല്ല വാഹനങ്ങൾ, നല്ല ജോലി, ബിസിനസ്സിൽ ഉയർച്ച എന്ന് വേണ്ട എല്ലാ തരത്തിലുമുള്ള ഗുണഫലങ്ങളാണ് ഈ 10 വർഷം നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രദശാകാലം വളരെ ശുഭകരമായൊരു ദശാപകാരകാലം കൂടി. 57 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവരുടെ കാലമാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ചൊവ്വാദശാകാലമാണ്. ചൊവ്വ അത്ര നല്ലതല്ല, മോശമായ ഒരു ഗ്രഹ അവസ്ഥയുള്ള കാലമാണ്. 7 വർഷക്കാലമാണ് ഇതുള്ളത്. അഗ്നി, ഇലക്ട്രിസിറ്റി, സർക്കാർ യുദ്ധം, കളവ് കേൾക്കുക, വഞ്ചിതരാകുക, രോഗാദി ദുരിതങ്ങൾ അനുഭവിക്കുക, ദുർവാസനയ്ക്കും ദുർനടപ്പുകാരുമായിട്ടുള്ള സഹകരണ നിമിത്തം ദുർവാസനയ്ക്ക് ഇടവരാനുള്ള യോഗം കാണുന്നു. ഗുരുക്കന്മാർ, ബന്ധുക്കൾ, കുടുംബാംഗങ്ങളിൽ നിന്ന് വിരോധം, അടക്കാൻ പറ്റാത്ത കോപം, ദുരിതപൂർണമായ കാലയളവാണ് 57 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർ അനുഭവിക്കുന്നത്. എന്നിരുന്നാൽ 2025 മെയ് 14 കൂടി വ്യാഴം മറയുകയാണ്. ദൈവാധീനക്കുറവ് ഉണ്ടാകുന്നുണ്ട്. വളരെയധികം ശ്രദ്ധ ഈ കാലയളവിൽ വേണം. 64 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവരുടെ കാലമാണ് ഇവിടെ പറയുന്നത്. ഇവർക്ക് രാഹുർദശാകാലമാണ്. രാഹുർദശ 18 വർഷക്കാലമാണുള്ളത്. ഇതൊരു പാവഗ്രഹമാണ്. അത്ര നല്ല കാലമല്ല. രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് മരണത്തിൽ വരെ ചെന്ന് കലാശിക്കാം. അപകടങ്ങൾ, ജോലി നഷ്ടപ്പെടുക, കടക്കിണിയിൽ കുടുങ്ങുക, ശത്രുദോഷം, ത്വക്ക് രോഗം, സർക്കാർ കള്ളന്മാർ, വിഷം, ആയുധം ഇവയെ ഭയന്ന് ജീവിക്കേണ്ടി വരാനുള്ളൊരവസ്ഥ, പുത്രദുഃഖം, നീചന്മാരുമായുള്ള വാക്കുതർക്കം, ബന്ധുക്കൾക്ക് നാശനഷ്ടം സംഭവിക്കുക, ഭൂമിക്കും സ്വത്തിനും നാശനഷ്ടം സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതപൂർണമായൊരു കാലയളവാണ് രാഹുർദശാകാലം. എന്നിരുന്നാലും രാഹുർ ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ വളരെ നല്ല ഗുണഫലങ്ങളും നൽകുന്നുണ്ട്. കാരണം നല്ല ജോലി, പുതിയ വീട്, ഗവൺമെൻറ് നിന്ന് ബാങ്കിൽ നിന്ന് ലോണ്, അതുപോലെ ഊഹക്കച്ചവടത്തിൽ വിജയം, ലോട്ടറി ഭാഗ്യം, അതുപോലെ ഷെയർ മാർക്കറ്റിൽ നല്ല വിജയം, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഗുണങ്ങൾ നമുക്ക് രാഹു തരുകയും ചെയ്യുന്നുണ്ട്. അത് ജാതകത്തിലെ രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് അതിൻ്റെ ഫലം. 2 വയസ്സ് കഴിഞ്ഞുള്ളവരുടെ ദശാകാലമാണ് പറയുന്നത്. ഇവർക്ക് വ്യാഴദശയാണ്. വ്യാഴം ഇവർക്ക് നല്ല സൗഭാഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സൽസന്താന ഭാഗ്യവും സന്താനങ്ങളുടെ സന്തോഷവും അതുപോലെ തന്നെ ഗുരുഭക്തിയും ദൈവാധീനവും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കാലഘട്ടമാണ് ഇവർക്കുള്ളത്. എന്നിരുന്നാലും ഈ 2025 മെയ് 14 വ്യാഴം മറയുന്നുണ്ട്. ദൈവാധീനം കുറയുന്നു. ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും പ്രായമൊക്കെ ആയതുകൊണ്ട് ഇവർ നല്ലതായിട്ട് 2025 വർഷഫലങ്ങളും ഓരോ പ്രായക്കാരുടെ ദശാപകാര ഫലങ്ങളും പ്രത്യേകം പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കേണ്ടതാണ്.